തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, തിരക്ക് പിടിച്ച ഒരു വൃദ്ധനായ പുരോഹിതൻ്റെ അടുക്കലേക്ക് മാലാഖ എത്തുന്നു. അയാളോട് അയാൾക്ക് വിശ്വസിക്കാനാവാത്ത ഒരു വലിയ കാര്യം പറയുന്നു. ഈ വാർദ്ധക്യത്തിൽ നിനക്കൊരു കുഞ്ഞുണ്ടാകും. അത് അവിശ്വസിച്ചതോടെ മാലാഖയുടെ താക്കീത്, യഥാകാലം ഇത് പൂർത്തിയാകുന്നതുവരെ നീ മൂകനായിത്തീരും. ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാണ്? അല്ല. ഇതേ കാര്യം ഇതേ മാലാഖ മറിയത്തോടും പറഞ്ഞു. മറിയവും ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ മറിയത്തോട് വളരെ ശാന്തമായി സംസാരിച്ച ഈ മാലാഖ സക്കറിയയോട് കുപിതനായെന്നോ? ഒരിക്കലുമല്ല. മറിയത്തിന് സ്വതവേ ഉണ്ടായിരുന്നൊരു ഗുണം ഈ തിരക്ക് പിടിച്ച പുരോഹിതന് നഷ്ടമായിരിക്കുന്നു. അത് മൗനമാണ്. നീ മൂകനായിത്തീരും. ഈ കുഞ്ഞ് ജനിക്കുന്നത് വരെ, നിന്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന കാര്യം സംഭവിക്കുന്നത് വരെ നീ ഒരു മൗനത്തിലേക്ക് കണ്ടുപോകണം. സക്കറിയായെ മാലാഖ മൗനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ സക്കറിയായ്ക്കൊപ്പം ഭാര്യ എലിസബത്ത് മൗനത്തിലേക്ക് നീണ്ടുപോകുന്നു. അവൾ ഒടുവിൽ ആംഗ്യം കാണിച്ചാണ് ചോദിച്ചത്. അപ്പോൾ ഈ സക്കറിയ സംസാരിക്കുന്നില്ല, കേൾക്കുന്നില്ല. ആ രണ്ടുപേരുടെയും മൗനത്തിനൊടുവിൽ ഒരു കുഞ്ഞ് പിറക്കുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ പേര് വെളിപ്പെടുത്തുന്നു. ഒരു ഫലകത്തിൽ സക്കറിയ എഴുതി, യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞു. ഇവിടെ നമുക്കൊരു കാര്യം നിശ്ചയമാകുന്നു. ഈ മൗനം ഒരു സർഗാത്മക സൃഷ്ടി ഉടലെടുക്കാൻ ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആഴമുള്ള ഒരാത്മീയതയാണ്. ദൈവത്തിൻ്റെ മനസ്സറിയാൻ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പറയാൻ, സർഗാത്മകമായൊരു സൃഷ്ടി ഉടലെടുക്കാൻ ഒക്കെ മാലാഖ നമ്മളെ മൗനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. മാലാഖയുടെ ക്ഷണം സ്വീകരിച്ച് ഒരു മൗനത്തിലേക്ക് പോകാൻ വിസമ്മതിച്ച് നിൽക്കുന്ന എല്ലാവരെയും ബൈബിൾ വിളിക്കുകയാണ്. മൗനം നിങ്ങളുടെ ജീവിതത്തെ ആഴമുള്ളതാക്കും. സ്നേഹപൂർവ്വം.